ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പൊടിക്കൈയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നമ്മളുടെ കൊറിയൻസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ജാപ്പനീസുകാരുടെ കാര്യത്തിലായാലും നമ്മുടെ സ്കിൻ കെയറിൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഗ്ലാസ് സ്കിൻ. ആ ഗ്ലാസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ റൈസ് വാട്ടറാണ്. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ നല്ല ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം, എന്തെല്ലാം അതിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയറിലും അതുപോലെ തന്നെ സ്കിന്നിനും കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റെല്ലാം ചെയ്തേക്കുക. അതുപോലെ തന്നെ മുന്നോട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ കാര്യത്തിൽ, അതായത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാനും, നമ്മുടെ മുടിയുടെ കട്ടി കൂട്ടാനും അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് തടയാനും, നമ്മുടെ മുടിയുടെ ലെങ്ത് കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ അമ്മമാരും അതിന് മുന്നത്തെ തലമുറയിലെ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അല്ലേ. ആ സമയത്ത് അധികം ഷാമ്പൂസിൻ്റെ കാര്യമൊന്നും അധികം അവർ ഉപയോഗിക്കാറില്ല. കഞ്ഞിവെള്ളം അതുപോലെ തന്നെ നമ്മുടെ താളികൾ, ചെമ്പരത്തി താളി, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹെയറിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഹെയർ സംരക്ഷണം അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് അവർ ഷാമ്പൂസൊക്കെ ഉപയോഗിച്ചിട്ട് കെമിക്കൽസ് അടങ്ങിയ പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ തലമുറയിൽ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കൊഴുപ്പും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒരു സ്മെല്ലാണല്ലോ, നമ്മുടെ ശരീരത്തിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു സ്മെല്ലായിരിക്കും. അതൊക്കെ ചില ആൾക്കാർക്ക് അത് അത്ര പിടിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ കെയറും അതുപോലെ തന്നെ സ്കിൻ കെയറും ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ കെമിക്കൽസ് അടങ്ങിയ ഷാമ്പൂസിൻ്റെ അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ, ഹെയർ കെയർ പ്രോഡക്റ്റ് ആയാലും സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയാലും അതിൻ്റെയൊക്കെ കെമിക്കൽസിൻ്റെ ദോഷവശങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ നാച്ചുറൽ സ്കിൻ കെയറിലേക്കും അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ കെയറിലേക്കും തിരിച്ചു വരുന്ന ആൾക്കാരും നമ്മുടെ ഈ സമൂഹത്തിൽ, അതായത് ഈ തലമുറയിലുണ്ടല്ലേ. ഇപ്പോഴത്തെ തലമുറയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ മുടി എന്ന് പറയുന്നത് ഏറ്റവും മുകൾ മുതൽ അറ്റം വരെ ഒരേ സ്റ്റാൻഡിലല്ല ഇരിക്കുക. അതായത് പൊട്ടി ആയിരിക്കും ഇരിക്കുന്നത്. അതായത് മുകളറ്റം മുതൽ താഴെ അറ്റം വരെ ഒരേ കട്ടിയിലല്ലായിരിക്കും കാണുന്നത്. പക്ഷേ പണ്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നരയില്ല, അതുപോലെ തന്നെ അവർ താരൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. അതുപോലെ അവരുടെ മുടിയെന്ന് പറയുന്നത് മുകളിൽ എത്ര കട്ടിയാണോ അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് വരെ അതേ കട്ടിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ നാച്ചുറൽ മെത്തേഡുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനും, മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും, കട്ടിയിൽ വളരാനും, താരൻ മാറാനും, സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും, അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ തടയാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളത് മുടിയിൽ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ഇലാസ്റ്റിനേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ സാഗിങ്ങും അതുപോലെ തന്നെ റിങ്കിൾസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ ധാരാളം ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഇലാസ്റ്റിൻ എന്ന് പറയുന്ന എൻസൈം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ക്ലിയർ സ്കിൻ കിട്ടാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുവേ. അതുപോലെ തന്നെ പോർസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ അതുപോലെ തന്നെ ഹെയറിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നമ്മുടെ മുടിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ സ്കിന്ന്, അതായത് സ്കാൽപ്പ് ഡ്രൈ ആയി പോവുക, ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളുടെ കഞ്ഞിവെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെയറിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചോറ് വെച്ചിട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളം അല്ലേ, അതായത് നമ്മൾ വടിച്ചെടുക്കുന്ന കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളം ഇപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ആവശ്യത്തിന് നമ്മൾ 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിലേക്ക് 1 ഗ്ലാസ് പച്ചവെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം അത് ഡൈലൂട്ട് ആക്കിയതിന് ശേഷം നമുക്കത് സ്കാൽപ്പിലേക്ക്, മുടി ഇഴകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയാൻ ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നീരിറക്കവും അങ്ങനെയുള്ള ജലദോഷവും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു 40-45 മിനിറ്റ് വരെയും വെച്ചേക്കാവുന്നതാണ് കേട്ടോ. ചില ആൾക്കാർക്കാണെങ്കിൽ ഹെയർ നല്ല ഫ്രിസി ആയിരിക്കുമല്ലേ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു 2 ഡ്രോപ്പ് ആൽമണ്ട് ഓയിലോ അത് അല്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയോ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിൻ്റെ ഫ്രിസ്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുവേ. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ മുടി ഒന്ന് നല്ല കണ്ടീഷനിങ് എഫക്റ്റിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അരി ബോയിൽ ചെയ്യാതെ നമ്മൾ അരി കുതിർക്കായിടത്തില്ലേ, ആ കുതിർക്കായിടുന്ന ആ വെള്ളം എടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് നമ്മൾ അരി ഇടുകയാണെങ്കിൽ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം അരി കുതിരാൻ വേണ്ടി ഇടുക. ഇട്ട് ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂറൊന്ന് നമ്മൾ കുതിരാൻ വേണ്ടി വെക്കേണ്ടതാണ്. അതിനുശേഷം ഈ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ആ വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി തലയിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും നമുക്ക് നോർമൽ വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂറോ 40-45 മിനിറ്റ് കഴിയുമ്പോൾ ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർത്തൊന്ന് നേർപ്പിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഈ പറയുന്ന 3 കാര്യങ്ങൾ, അതായത് 3 ഹെയറിൽ ചെയ്യുന്ന കാര്യങ്ങൾ, 3 മെത്തേഡായാലും നമുക്ക് എന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ്. കഞ്ഞിവെള്ളം നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പോഴത്തേക്ക് നമ്മൾ പുറത്തേക്ക് പോയി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമല്ല. അരി വടിക്കുക, കുറച്ചെടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഈ മെത്തേഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കഞ്ഞി വെള്ളത്തിനെ പുളിപ്പിച്ചിട്ട്, അതായത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ഒരു 48 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇത് ഫെർമെൻ്റ് ആയിട്ട് നമുക്ക് പുളിച്ച് കിട്ടും. പുളിച്ച് കിട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഡബിൾ, അതായത് നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തതെങ്കിൽ, അതായത് കഞ്ഞി വെള്ളമാണ് എടുത്തതെങ്കിൽ അത് 2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് സ്കാൽപ്പിലേക്കും മുടിയിടകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളം പുളിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിൽ ധാരാളം എൻസൈം ഉണ്ട് കേട്ടോ. ഈ എൻസൈം നല്ല രീതിയിൽ റിയാക്ഷൻ സംഭവിച്ച് കഞ്ഞിവെള്ളം ഈ പുളിച്ച കഞ്ഞിവെള്ളം വേറൊരു ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് താരനുള്ളവർക്കാണ് കേട്ടോ. താരനുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും നമുക്ക് 1/2 മണിക്കൂർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 40-45 മിനിറ്റ് തലയിലിട്ടതിന് ശേഷം ഇത് നമ്മൾ തലയിൽ സ്കാൽപ്പിലാണ് അമിതമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മുടിയിഴകളിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും താരനുള്ള ഭാഗത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊരു മസാജ്, അതായത് നമ്മൾ സ്കാൽപ്പിൽ താരനുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിലെ നമ്മുടെ താരനെല്ലാം ഇളകി വരും. ഇളക്കിയതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നമ്മൾ ഉലുവയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. താരം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉലുവയൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ഈ ഉലുവ എടുക്കുന്ന സമയത്ത് ഈ ഉലുവ അരയ്ക്കാൻ വേണ്ടിയിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണവും കൂടെ നമുക്ക് ആ ഉലുവയുടെ പാക്കിലേക്ക് കിട്ടും. അപ്പോൾ നമുക്കത് താരൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ 3 മെത്തേഡ് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹെയർ സ്പ്രേ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറഞ്ഞത് ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഡബിൾ ആവാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, അതായത് ഹോർമോൺ ഇംബാലൻസ് കാരണം മുടി കൊഴിച്ചിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കഞ്ഞിവെള്ളം എഫക്റ്റീവായിട്ട് വരത്തില്ല കേട്ടോ. അല്ല നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമുക്കത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച്, അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ ഹെയർ സ്പ്രേ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ആഘാതം, അതായത് മുടി കൊഴിച്ചിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾ ഹോർമോൺ ഇംബാലൻസിലുള്ള ആൾക്കാർ ഇത് അപ്ലൈ ചെയ്തിട്ട് അയ്യോ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിന് റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. നമുക്ക് നോർമൽ മുടി കൊഴിച്ചിലാണെങ്കിൽ മാത്രമേ ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ സ്കിന്നിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും നമ്മുടെ സാഗിങ് ഒക്കെ കുറച്ചിട്ട് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട്, അതായത് ആൻറ്റി ഏജിങ് ഏജൻറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ കൊറിയൻകാരും ജാപ്പനീസുകാരും ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. അവരുടെ സ്കിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താ പറയുക, നമ്മൾ കണ്ണ് വെച്ച പോലെ നല്ല ഗ്ലാസ് സ്കിൻ, അതായത് നമ്മൾ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടായിരിക്കും. അവരെന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ സ്ഥിരം റൈസ് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അത് അവർ കളയാതെ തന്നെ മുഖത്തേക്ക് വാരി തേക്കാറുണ്ട്, അതായത് മുഖം കഴുകാറുണ്ട്. നമുക്കതിൻ്റെ ഗുണം അറിയാമെങ്കിൽ നമ്മളതിന് മെനക്കെടാറില്ല. അതാണ് നമ്മുടെ മലയാളികൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ തലമുടിക്ക് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ സ്കിന്നിനും ഇത് ഉപയോഗിക്കാമെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ സ്കിന്നിലേക്ക് പോകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അധികം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കി 2 ഐറ്റവും നമുക്ക്, അതായത് നമ്മുടെ ബോയിൽഡ് റൈസ് വെച്ചിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട വെള്ളവും നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അത്ര പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ.
ഈ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ലയിപ്പിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കണമെങ്കിൽ 1 ഗ്ലാസ് നമ്മുടെ പച്ചവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ടോണറായിട്ട് നമുക്കിത് ഫേസിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫേസൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഒരു ഫേസ് മിസ്റ്റായിട്ട് നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഈ കഞ്ഞിവെള്ളം നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ. കാരണം നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അത് അത്ര നല്ല ബ്രൈറ്റായിട്ട് വരുമെന്നല്ല, ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാം. അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അതുപോലെ നമ്മുടെ പോർട്സിൻ്റെ കാര്യത്തിലും പോർട്സ് അമിതമായിട്ട് സ്ട്രിങ്ക് ആയില്ല എങ്കിലും അതിൻ്റെ ഒരു സൈസ് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പോർസോ അതുപോലെ തന്നെ പിമ്പിൾസോ ഒന്നും ഇല്ലാത്ത സ്കിന്നാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് സ്കിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ സൺസ്ക്രീനൊക്കെ ഇടുന്ന സമയത്ത് സൺസ്ക്രീൻ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ അത് സൺ പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ നമ്മൾ വേസ്റ്റ് ആക്കാതെ, അതായത് കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് സ്ഥിരം കിട്ടുന്ന ഐറ്റമാണ്, അതിനെയൊക്കെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് പുറത്ത് നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ പൈസ ചിലവ് നമുക്ക് അമിതമായിട്ടുണ്ടാകുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഹെയറിനെ അതുപോലെ തന്നെ സ്കിന്നിനെയും നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാർ സബ് ചെയ്യാതെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ കാണിച്ച എല്ലാ സപ്പോർട്ടും ഇനിയും എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.